കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് മലയോര മേഖലയിൽ പൂർണ്ണം. ആയൂർ, അഞ്ചൽ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ പട്ടണങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. രാവിലെ ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും നിരത്തിലിറക്കിയതൊഴിച്ചാൽ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. KSRTC, ഓട്ടോ, ടാക്സി എന്നിവയും സർവീസ് നടത്തിയില്ല. എങ്ങും അനിഷ്ട സംഭവങ്ങളോ സംഘർഷങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അഞ്ചലിൽ പണിമുടക്കിയ ഇടതു തൊഴിലാളി യൂണിയനുകൾ സംഘടിപ്പിച്ച പ്രകടനത്തിന് CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA നേതൃത്വം നൽകി. രാജ്യത്ത് തൊഴിൽ അസ്ഥിരത ഉണ്ടാക്കുകയാണ് കേന്ദ്ര സർക്കാർ. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് സാധാരണ ജനതയെ ദുരിതത്തിലാക്കുന്നു. കർഷക സമരം ഉൾപ്പെടെയുള്ള ജനകീയ സമരങ്ങൾക്ക് മുന്നിൽ അടിപതറിയ കേന്ദ്ര സർക്കാർ തെറ്റായ നയങ്ങൾ ഉടൻ തിരുത്തണമെന്നും പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PS സുബാൽ MLA പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് തൊഴിൽ മേഖലയിൽ അസ്ഥിരത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഭരണകൂടം യഥാർത്ഥത്തിൽ അസ്ഥിരത ഉണ്ടാക്കാതെ ഒരു തൊഴിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിന് വേണ്ടി ആണ് പ്രവർത്തിക്കുന്നത്. നിർഭാഗ്യവശാൽ കേന്ദ്ര ഭരണകൂടം, BJP നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി നയിക്കുന്ന ഭരണകൂടം തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നിലപാടുകൾ നിരന്തരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് നേരത്തെ 3 കർഷക നിയമങ്ങൾ കൊണ്ടുവന്നു കോവിഡ് കാലത്ത്. ആ കർഷക നിയമങ്ങൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കർഷക വിരുദ്ധ സമീപനങ്ങളാണ് ആ നിയമത്തിൽ പൂർണ്ണമായും അടങ്ങിയത്. അതിനെതിരായിട്ടാണ് രാജ്യത്ത് വലിയ കർഷക പ്രക്ഷോഭം, 1 വർഷക്കാലം നീണ്ടുനിന്ന കർഷക പ്രക്ഷോഭം നടന്നു. ആ കർഷക സമരത്തിനൊടുവിൽ ആ സമരത്തിന്റെ മുന്നിൽ മോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. കർഷകരുമായി ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് താൽക്കാലികമായിട്ടെങ്കിലും സമരം പിൻവലിച്ചത്. പക്ഷേ അന്ന് കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ പിന്നീട് പാലിച്ചില്ല എന്ന് മാത്രമല്ല, വീണ്ടും കർഷക വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. നേതാക്കളായ ബാബു പണിക്കർ, ലിജു ജമാൽ, VS സതീഷ്, രഞ്ജു സുരേഷ്, ലെനു ജമാൽ, അഡ്വക്കേറ്റ് സൂരജ്, അജാസ്, അരുൺ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. നാട്ടുവാർത്ത, അഞ്ചൽ.